ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനും ഉമ്മച്ചിയും ബേബിയും കൂടെ ഇന്ന് മടത്തറ ബാങ്ക് വരെ പോകാനുള്ളൊരു പരിപാടിയാണ്. അപ്പം ഞങ്ങൾക്ക് 2 മണിക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ അമലെന്നും പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് ബസ്സുണ്ട്. അപ്പോൾ അതിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണേ. റോഡുണ്ടെങ്കിലും റോഡുണ്ടെങ്കിലും നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട്. ബേബി പറയണേ ഷെഡിൽ കോഴി കിടക്കുന്നു, ബാബാ കോഴി കിടക്കുന്നു എന്നാണ്. കോഴി ഫാം ഉണ്ട് കേട്ടോ ഞങ്ങൾക്കും ഉമ്മച്ചിയുടെ ചേട്ടത്തിക്കും ഒക്കെ വീടിൻ്റെ അടുത്തായിട്ട് കോഴി ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ തേരി കയറി വേണം പോവാൻ. എന്താണ് ശരി. എനിക്ക് ഇതുവഴി ഞങ്ങൾക്കൊരു ഇടവഴിയുണ്ട്. ഒരിടത്തിൻ്റെ അകത്തൂടെ ഒരു ഇടവഴി, പുള്ളിയുടെ റബ്ബർ വെട്ടുന്ന ആളിനുള്ള വഴിയാണത്. പക്ഷെ ഞങ്ങളും ഇതുവഴി തന്നെയാണ് പോകുന്നത്. ഇതുവഴി ആകുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് മെയിൻ റോഡിൽ കയറാൻ പറ്റും. കുറച്ച് കൊതുവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കാടുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ വലത് സൈഡിൽ കാണുന്നത് പന്നി കളച്ച് മറിച്ചിട്ടേക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ പന്നിയുടെയൊക്കെ നല്ല ശല്യമുണ്ട്. പന്നി, മുള്ളംപന്നി, കുരങ്ങിൻ്റെയൊക്കെ നല്ല ശല്യമുള്ള സ്ഥലമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കാട്. ഉമ്മച്ചിക്ക് അവനെ ഇടുപ്പിലെടുത്തോണ്ട് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവനെ ഷോൾഡറിൽ പെടലിയിൽ വെച്ചേക്കണേ. ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ട്, ഇത്രയും ദൂരം നടക്കാനുള്ളതുകൊണ്ടും തേരിയും ഇറക്കവും കയറ്റമൊക്കെ ആയതുകൊണ്ടും ഇടുപ്പിൽ വെച്ചുകൊണ്ട് പോകാൻ പാടാണ്. പൊതുവേ പാടാണ്. ഒറ്റയ്ക്കേ തേരി കയറി എത്താൻ പറ്റത്തില്ല, ശ്വാസം മുട്ടും. അപ്പം അവനെയും കൂടെ എടുത്ത് വെച്ചുകൊണ്ട് പോകാൻ പാടായതുകൊണ്ടാണ് അവനെ തോളിൽ വെച്ചേക്കണേ. ഗൈസ്, ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകാൻ നിന്നിരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന ബസ് പോയി ഗൈസ്. ഞങ്ങളൊരു 5 മിനിറ്റ് ലേറ്റായിപ്പോയി. മോന് ചോറ് കൊടുത്തുകൊണ്ടിരുന്ന അങ്ങനെ ഒരു 5 മിനിറ്റ് ലേറ്റായി ഞങ്ങളുടെ ബസ് പോയി. നല്ല സുഖം. ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ച ബസ് പോയതുകൊണ്ട് അവിടെ വെച്ച് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു. കുറ്റിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ബില്ലുണ്ട് ഓട്ടോ. ചല്ലിമുക്ക് ജംഗ്ഷനിലിട്ട് ഓടണ അണ്ണനാണ് കേട്ടോ. പുള്ളി എവിടെ ഓട്ടം വേണ്ടി തിരിച്ചു പറഞ്ഞ വഴിയായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ പുള്ളി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് ലക്ഷ്യമാക്കി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി എത്താനായി. കൊതു പറക്കുന്നു, തലയ്ക്ക് ചുറ്റും പറക്കുന്നട കണ്ണ. ചിരിച്ചിരിക്കേന്. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് പുല്ലിൽ വെള്ളത്തിലും മണ്ണും എല്ലാം കൂടെ ഞങ്ങളുടെ കാല് മൊത്തം ചെളിയായി. അപ്പോൾ അതിന് കാലിലൊഴിക്കാൻ വേണ്ടി വെള്ളം കിട്ടുമെന്ന് അറിയാനാണ് ചുറ്റും നോക്കണേൻ്റെ കാരണം, വെള്ളം അടിക്കാൻ കുടിക്കുന്ന ആൾക്കാർ, മദ്യപിക്കുന്ന ആൾക്കാർ, ഞങ്ങളിവിടെ വെള്ളം അടിക്കാമെന്ന് ക്യാഷ്വലായിട്ട് പറയും, അവർ കുടിച്ചിട്ട് ബാക്കി വെച്ചേക്കുന്ന കുപ്പിയില്ല പച്ചവെള്ളം ഉണ്ടാവും. അപ്പോൾ അതെടുത്ത് കാല് കഴുകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചുറ്റും നോക്കണേ. അമ്മ അതാണ് കാണിക്കണേ, കാലിൽ മൊത്തം ചെളിയായി എന്നുള്ളത്. ഓട്ടോയുടെ അടുത്തെത്തിയോണ്ടാണ് കേട്ടോ മോനെ എടുത്ത് ഇടുപ്പിലിരുത്തിയേ. അപ്പം ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇനി നേരെ മടത്തറയിലേക്ക്. അങ്ങനെ നോക്കുന്നത്. അപ്പം ഞങ്ങൾ മടത്തറ എത്തി. ഇതാണ് ഞങ്ങളുടെ മടത്തറ ജംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഹോസ്പിറ്റലും ബാങ്കും അത്യാവശ്യം കടകളും ഒക്കെയും ആക്സസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെയിൻ ജംഗ്ഷൻ. ഇതല്ലെങ്കിൽ പാലോട്, അല്ലെങ്കിൽ കടയ്ക്കൽ, അങ്ങനെയാണ് 3 സ്ഥലമാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് വരണേ. അപ്പോൾ ഞങ്ങളിവിടെ സഹകരണ ബാങ്കിലാണ് കേട്ടോ പോണത്. ഈ സഹകരണ ബാങ്ക് നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ തൊട്ട് താഴെ ആയിരിക്കണേ. അപ്പോൾ അവിടെയാണ് പോണേ.
അവിടെ ഒരു ചിട്ടിയുടെ കുറച്ച് പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണേ. ഇതാണ് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റൽ. ഇത് ഇവിടെ എന്താ ബേബിക്ക് വാക്സിൻ എടുക്കാനൊക്കെ ഞങ്ങൾ വരുന്ന ഹോസ്പിറ്റൽ അതാണ്. അമ്മ വണ്ടിക്കകത്തിരുന്ന് തുഴയുന്നേ, അമ്മയ്ക്ക് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല ബേബിയും കൊണ്ട്. അങ്ങനെ ബേബി അവിടെ നിർത്തിയിട്ട് അമ്മ ആദ്യമേ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് ബേബി പിന്നെ ഇറങ്ങി. അപ്പോൾ തൊട്ട് താഴെ കാണുന്നതാണ് കേട്ടോ ബാങ്ക്. ഞങ്ങൾ അങ്ങോട്ടാണ് നടക്കണേ. ബേബി ടാറ്റ പറയണ ഓട്ടോ ഓടിച്ചു വന്ന അണ്ണനാണ് ടാറ്റ പറയണേ. ഞങ്ങൾ സ്റ്റെപ്പ് കയറി 2ാമത്തെ നിലയിലാണ് കേട്ടോ ബാങ്ക് ഉള്ളത്. താഴെ ഒരു മെഡിക്കൽ സ്റ്റോറാണുള്ളത്. അപ്പോൾ 2ാമത്തെ നിലയിലോട്ട് കയറിപ്പോണ വഴിക്ക് ബേബിക്ക് സ്റ്റെപ്പ് കയറണം എന്ന് നിർബന്ധം പറഞ്ഞപ്പോഴത്തേക്കും ഉമ്മ തറയിലാക്കിയിട്ട് സ്റ്റെപ്പ് കയറാൻ വിടണതാണേ. അവന് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി. സ്റ്റെപ്പ് കയറുക, ജനലിൽ തൂങ്ങി കയറുക, ഓടി നടക്കുക, ടോയ്സ് വെച്ച് കളിക്കാതൊക്കെ അവന് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്. സ്റ്റെപ്പ് കയറി പോകണുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫെല്ലാം ഫുഡ് കഴിക്കാൻ പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അവർ വരുന്നിടം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാഫൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ളൊരു പരിപാടിയിലോട്ടിറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നേരെ പോകാനുള്ളത് KSFE എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ്. അത് കുറച്ച് താഴെയാണ്, മെയിൻ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് താഴെയായിട്ടാണുള്ളത്. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. ഇനി ഞങ്ങൾ അങ്ങോട്ടാണ്. KSFEയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുന്നതാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റെപ്പിന് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അതേപോലെ അവന് ഹാൻഡ് റെയിൽ പിടിച്ച് തന്നെ ഇറങ്ങണം എന്നുള്ള വാശിയും കൂടെ കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സാറിന് ഇറങ്ങാൻ പറ്റുന്നില്ല. സ്റ്റെപ്പിന് ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് കാലെത്തുന്നില്ല, വീഴാൻ പോവും. അങ്ങനെ അമ്മ 2 കൈയിലും പിടിച്ച് തൂക്കിയൊക്കെ പിടിച്ചിറക്കുന്നതാണത്. അപ്പോൾ ഞങ്ങൾ KSFE കയറിയിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. മടത്തറ ബ്രാഞ്ചിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചിനി നേരെ വീട്ടിലോട്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് റേഷൻ കടയിലാണ് കേട്ടോ. എല്ലാ മാസവും റേഷൻ വാങ്ങിക്കുന്ന പരിപാടിയുണ്ട്. ഞങ്ങൾ റേഷൻ അരിയാണ് കഴിക്കണേ. അപ്പം റേഷൻ അരി മേടിക്കണം, പഞ്ചസാര മേടിക്കണം, അങ്ങനെ കുറച്ച് കാര്യപരിപാടികളായിട്ട് റേഷൻ കടയിൽ ഇറങ്ങി. ചല്ലിമുക്കിലടുത്തുള്ളൊരു റേഷൻ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ മേടിക്കണേ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി സാധനങ്ങൾ മേടിച്ചു. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത്. ഓട്ടോ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേട്ടോ ബാക്കി വീഡിയോ എടുത്തത്. അപ്പോൾ വീട്ടിലോട്ട് കയറുവാണേ. ടാറ്റാ.